ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അവസാനമായിട്ട് ഈസ്റ്റേൺ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായിട്ട് ഈ കസേരയിലിരിക്കുമ്പോൾ ഈ ഓണക്കാലത്ത് ഓർമ്മ വരുന്നത് ഈ വിദ്യാലയം എനിക്ക് പകർന്നു തന്ന നിറഞ്ഞ അനുഭവങ്ങളാണ്. ഈ വിദ്യാലയത്തിൽ എനിക്ക് ജോലി തന്നത് FCT മാനേജ്മെൻറ്റിന് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ എൻ്റെ മാതാപിതാക്കളെയും ഈ വിദ്യാലയത്തിലെ ഓരോ വ്യക്തികളും മനസ്സിലൂടെ മിന്നിമായുന്നു. നിരവധി ഓണക്കാലങ്ങൾ കടന്നുപോയി. ഇതേതായാലും സർവീസിലെ അവസാന ഓണമായി. എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ ഈ വിദ്യാലയം കാരണമായി. ഈ സരസ്വതി വിദ്യാലയത്തിൻ്റെ പടികൾ ചവിട്ടുമ്പോൾ ഇനിയും എത്രയോ കാലം നമ്മൾ ജീവിക്കുന്നു, അത്ര കാലം തന്നെ നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല. അത്രമാത്രം ഓർമ്മകൾ സമ്മാനിച്ചതാണ് ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഓണാശംസകൾ. ജനുവരിയിലാണ് ഫാക്ട് ഈസ്റ്റേൺ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരു സുദീർഘമായ കാലയളവിൽ എനിക്ക് ഈ സ്കൂളിലെ പ്രകൃതിയും അന്തരീക്ഷവും ഇവിടുത്തെ എല്ലാ അചേതന വസ്തുക്കൾ പോലും എൻ്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതാണ്. പൊതുവെ പറയുമ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഈ അധ്യയന വർഷം എനിക്ക് ആലോചിക്കുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തി തന്നെയാണ് അധ്യാപനത്തിലാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തേണ്ടത്. അത് ഏറ്റവും അധികം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദവും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷവും അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ അധ്യയന വർഷത്തെ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തേതുമായ ഒരു ഓണാഘോഷമാണിത്. 2025 ഓണം എല്ലാവർക്കും, ഈ ഓണം എന്നല്ല എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും സന്തോഷവും മനസ്സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. ഓണാശംസകൾ. പൊലിമ 2025. 1994 ഞാൻ അധ്യാപനത്തിലേക്ക് വരുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടാണ് അധ്യാപനത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2000 മുതൽ 2025 വരെ ഈ സ്കൂളിൽ അധ്യാപികയും വർക്ക് ചെയ്യുന്നു. കൊച്ചുകുട്ടികളോട് പിരിയുന്നത് എനിക്ക് ഒരുപാട് സങ്കടമാണ്. അവരുടെ കളിയും ചിരിയും കുസൃതിയും വികൃതിയും എല്ലാം എനിക്കൊരുപാട് മിസ്സാകും. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടും ആൽത്തറയും ഇവിടുത്തെ ശാന്തമനോഹരമായ ഒരു സമാധാനം തരുന്ന ഒരു അന്തരീക്ഷം അതെനിക്ക് ഏറ്റവും മിസ് ചെയ്യും. ക്ലാസ് റൂമും കുട്ടികളുടെ കലവിളിയും ഓടലും ചാടലും അവരുടെ ആ വളരുന്ന പ്രായത്തിലുള്ള വികൃതിത്തരങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അധ്യാപനം എനിക്കൊരുപാട് എൻ്റെ ജീവൻ്റെ ഭാഗമാണ്. എന്നെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ടായിരുന്നു, സാമുവൽ സാർ. ആ സാറാണ് എൻ്റെ റോൾ മോഡൽ. ഇന്നും സാറിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും സ്റ്റിൽ ഈസ് ബീയിങ് മൈ മോഡൽ. എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ്. ആ അധ്യാപകനെ പോലെ ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിൽ എനിക്ക് ചിരപ്രതിഷ്ഠ നേടണം എന്ന ഒരു ആഗ്രഹം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം എനിക്ക് എൻ്റെ കുഞ്ഞുമക്കളെ മിസ്സാകുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും വേദന തരുന്നത്. എങ്കിലും പിരിയാതിരിക്കാൻ വയ്യല്ലോ. നമ്മൾ വന്നാൽ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്, അതിനെ ഉൾക്കൊള്ളുന്നു. എങ്കിലും ഏറ്റവും മനോഹരമായ ഒരു ഓണം ഇവിടെ ഒരുക്കാൻ വേണ്ടി PTA മെമ്പേഴ്സ് വളരെയധികം കഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.
As I stand here today on these vibrant colors of Onam and the joy spirit of Onam, I am reminded of 22 years I have had the privilege of shaping young minds in this Fact Eastern UP school. വിളവെടുത്ത പാടങ്ങളുടെയും കൊയ്തൊഴിഞ്ഞ പാടങ്ങളുടെയും ഉത്സവ മഹാമഹമാണ് ഓണം. പൂക്കളുടെ സുഗന്ധം നിറച്ച് പുത്തനുടുപ്പിന്റെ ഗന്ധം പകർന്ന് അദൃശ്യനായ മാവേലി തമ്പുരാനെ വരവേൽക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണക്കാലം ഒരുപാട് ഗ്രഹാതുരത്വം ഒരുഭവിക്കുന്ന ഓർമ്മകളാണ്. എനിക്കുമുണ്ട് 22 വർഷത്തെ നീണ്ട ഓണ ഓർമ്മകൾ. ഈ സ്കൂൾ മുറ്റത്ത് നിരന്നു നിന്നിരുന്ന ഒരുപാട് വർണ്ണത്തുമ്പികളെ പോലെ നിറഞ്ഞു നിന്നിരുന്ന എൻ്റെ കുഞ്ഞുമക്കൾ, ഒരുപാട് സഹപ്രവർത്തകർ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, ഒരു കുടുംബം, ഈസ്റ്റേൺ കുടുംബത്തോടൊപ്പം നീണ്ട 22 വർഷങ്ങൾ ഓണം ആഘോഷിക്കാൻ സാധിച്ചു. ഒരുപാട് തലമുറകളെ സമൂഹത്തിലേക്ക് വാർത്തെടുത്ത് വിടാനായിട്ട് സാധിച്ചു. ഇന്നീ നിമിഷം അഭിമാനം തോന്നുന്നു. സർവീസിന്റെ അവസാനത്തെ ഓണാഘോഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഓണാശംസകൾ.